ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ ലേണിംഗ് സെഷനിൽ നമ്മൾ പ്രിപ്പോസിഷൻസ് ആണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പ്രിപ്പോസിഷൻ്റെ ആദ്യത്തെ ലെസണിൽ ഇൻ, ഓൺ, അറ്റ് എന്നീ 3 പ്രിപ്പോസിഷൻസ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ബൈ, വിത്ത്, അണ്ടർ ആൻഡ് ഓവർ. നമുക്ക് എങ്ങനെയാണ് ബൈ യൂസ് ചെയ്യുന്നത് എന്ന് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, വി ട്രാവൽ ബൈ ബസ്. ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു. ഇവിടെ ഒരു ട്രാൻസ്പോർട്ട് മെത്തേഡിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ബസ്സിൽ വഴി യാത്ര ചെയ്തു എന്നാണ് അതിനർത്ഥം. ഹി സാറ്റ് ബൈ ദ വിൻഡോ. ഇവിടെ നെക്സ്റ്റ് ടു എന്നുള്ള ഒരു ഫോക്കസാണ് വന്നിരിക്കുന്നത്. അവൻ ജാലകത്തിനരികിൽ ഇരുന്നിരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഹി വിൽ ബി ഹിയർ ബൈ 8 PM. ഇവിടെ നോട്ട് ലേറ്റർ ദാൻ എന്നുള്ള മീനിങ് ആണ് വന്നിരിക്കുന്നത്. അവൻ രാത്രി 8 മണിക്ക് മുമ്പായി ഇവിടെ ഉണ്ടാകും എന്നാണ്. നെക്സ്റ്റ്, ഡോണ്ട് വറി, ഐ വിൽ സ്റ്റാൻഡ് ബൈ യു. ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്. ബൈ യു, കൂടെ നിൽക്കും, നിൻ്റെ കൂടെ നിൽക്കും എന്നാണ് പറയുന്നത്. വിഷമിക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെ നിൽക്കും. അതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. അടുത്തത്, ഗോൾഡ് റേറ്റ് ഈസ് ഇൻക്രീസ് ബൈ 50% ഇൻ 2025. ഒരു മെഷർമെൻ്റ് അല്ലെങ്കിൽ ഒരു റേറ്റ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. 2025 സ്വർണത്തിൻ്റെ വില 50% വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ബൈ 50%. അടുത്തത്, ദ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹിം. അതായത് ഇവിടെ ഹൂ ഡിഡ് ദ ആക്ഷൻ അതാണ് സൂചിപ്പിക്കുന്നത്. ബൈ ഹിം, അവൻ ആണ് കത്ത് എഴുതിയത് എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഇത്രയുമാണ് നമുക്ക് ബൈ എന്ന വേർഡിലൂടെ മനസ്സിലാക്കാനുള്ളത്. ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കിയിരുന്നാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പോസിഷൻ ഏത് സിറ്റുവേഷൻ യൂസ് ചെയ്യാൻ ഈസിയായി കഴിയും. അടുത്തത്, വിത്ത് എന്ന പ്രിപ്പോസിഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, ഹർ ബാഗ് ഈസ് വിത്ത് മീ. അതായത് ഒരു പൊസഷനെയാണ് ഇവിടെ വിത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവളുടെ ബാഗ് എൻ്റെ കൈവശമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ്, ഐ വെൻറ്റ് ദ മൂവി വിത്ത് മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തിനൊപ്പം സിനിമയ്ക്ക് പോയി എന്നാണ് അർത്ഥം. ഒരു ടുഗദർ എന്ന ഒരു ഫോക്കസാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിത്ത്, അതായത് സുഹൃത്തിൻ്റെ കൂടെ എന്നുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ. അടുത്തത്, ഷി കട്ട് ദ വെജിറ്റബിൾ വിത്ത് നൈഫ്. ഇവിടെ ഉപയോഗിച്ച് എന്നുള്ളൊരർത്ഥമാണ് വരുന്നത്. ഒരു ടൂൾ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അവൾ കത്തി ഉപയോഗിച്ച് വെജിറ്റബിൾ അരിഞ്ഞു എന്നാണ് പറയുന്നത്. അടുത്തതോ, ഐ റോട്ട് ഇറ്റ് വിത്ത് പെൻ. ഇവിടെയും ഒരു ടൂൾ ഉപയോഗിച്ച് എന്നാണ് വരുന്നത്. വിത്ത് ഉപയോഗിച്ച് എന്നുള്ള ഒരു മീനിങ്ങിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ അത് പേന ഉപയോഗിച്ച് എഴുതി എന്നാണ് വരുന്നത്. അടുത്തത്, ദ ബോയ് വിത്ത് ബ്ലൂ ഐസ് ഈസ് മൈ കസിൻ. ഇവിടെ ഉള്ള എന്നുള്ളൊരു മീനിങ് ആണ്, ഒരു ഫീച്ചറിനെയാണ് ഇവിടെ കാണിക്കുന്നത്. നീല കണ്ണുകളുള്ള ആ കുട്ടി എൻ്റെ കസിനാകുന്നു എന്നാണ് പറയുന്നത്. അടുത്തത്, ഹി സ്പോക്ക് വിത്ത് കോൺഫിഡൻസ്. ഇവിടെയും വിത്ത് എന്നുള്ളത് കൂടെ എന്നുള്ള അർത്ഥമാണ്. അത് കോൺഫിഡൻസോട് കൂടെ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവൻ ആത്മവിശ്വാസത്തോടെ സംസാരിച്ചു, ഒരു മാനറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയുമാണ് വിത്ത് എന്ന വേർഡ് കൊണ്ട് നമ്മൾ എക്സാമ്പിൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് വേർഡ്, അണ്ടർ. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കാം. ദ ക്യാറ്റ് ഈസ് അണ്ടർ ദ ടേബിൾ. ബിലോ സംതിങ് എന്നുള്ള മീനിങ് ആണ് ഇവിടെ. അതായത് ക്യാറ്റ് മേശയുടെ അടിയിലുണ്ട് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ക്യാറ്റ് മേശയുടെ കീഴിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത്, കിഡ്സ് അണ്ടർ 10 years നീഡ് സൂപ്പർവിഷൻ. ലെസ് ദാൻ എന്നുള്ളൊരു ഫോക്കസാണ് ഇവിടെ വരുന്നത്. 10 വയസ്സിനുള്ളിൽ ഉള്ള കുട്ടികൾക്ക് മേൽനോട്ടം ആവശ്യമുണ്ടെന്നാണ് അതിനർത്ഥം. അണ്ടർ 10 years, 10 വയസ്സിനുള്ളിലുള്ള ആ ഒരു മീനിങ്ങാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തത്, ഹി ഈസ് അണ്ടർ ഹിസ് ഫാദേഴ്സ് കൺട്രോൾ. ഒരു സൂപ്പർവിഷനെയാണ് സൂചിപ്പിക്കുന്നത്. അവൻ തൻ്റെ അച്ഛൻ്റെ നിയന്ത്രണത്തിലാണ് എന്നാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം. അണ്ടർ ഹിസ് ഫാദേഴ്സ് കൺട്രോൾ. അടുത്തത്, ദിസ് ബിൽഡിംഗ് ഈസ് അണ്ടർ റിപ്പയർ. സ്പെസിഫിക് സിറ്റുവേഷൻ. ഈ കെട്ടിടം നവീകരണത്തിലാണ് എന്നാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം. അടുത്തത് നോക്കാം. അടുത്തത്, ഓവർ എന്ന പ്രിപ്പോസിഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് എക്സാമ്പിളിൽ കൂടെ മനസ്സിലാക്കാം. ദ ബേർഡ് ഫ്ലൂ ഓവർ ദ ഹൗസ്.
ഹയർ ദാൻ സംതിങ് എന്നൊരു ഫോക്കസാണ് വന്നിരിക്കുന്നത്. പക്ഷി വീടിൻ്റെ മീതെ പറന്നുപോയി. അടുത്തത് ഹി ജംപ്ഡ് ഓവർ ദ വോൾ. ഇവിടുത്തെ അർത്ഥം ഫ്രം വൺ സൈഡ് ടു അനദർ ആണ്. അതായത് അവൻ മതിലിൻ്റെ മീതെ ചാടിയെന്നാണ്. ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ചാടിയെന്നാണ് പറയുന്നത്. ഇവിടെ മീതെ എന്നുള്ള അർത്ഥം തന്നെയാണ് വന്നിരിക്കുന്നത്. ദേ സ്പെൻഡ് ഓവർ 1 lakh. മോർ ദാൻ എ നമ്പർ. ഇവിടെ ഒരു നമ്പറിന് മേലെ യൂസ് ചെയ്തെന്നാണ് പറയുന്നത്. അവർ 1,00,000 രൂപയ്ക്ക് മേൽ ചിലവഴിച്ചു. അവിടെ രൂപയ്ക്ക് മേൽ എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ്, ക്ലോത്ത് ഈസ് ഓവർ ദ ടേബിൾ. ഇവിടെ സ്പ്രെഡിങ് ഓൺ എന്നുള്ള ഒരു മീനിങ് ആണ്. ഒരു ക്ലോത്ത് മേശയുടെ മീതെ വിരിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്രയും കാര്യമാണ് നമുക്ക് ഓവർ എന്നുള്ള വേർഡ് കൊണ്ട് മനസ്സിലാക്കാനുള്ളത്. ഇതും ഒന്നും വായിച്ച് മനസ്സിലാക്കിയിരുന്നാൽ മതി. നിങ്ങൾക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പ്രിപ്പോസിഷൻ്റെ ഈ ലേണിംഗ് സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആകുന്നു. ഇനി നമുക്ക് പുതിയൊരു ലേണിംഗ് സെഷനുമായിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ.